വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. എന്തിനും ഏതിനും കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയുള്ള ഈ കുതിരകയറ്റം അനുവദിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ചുമ്മാതെ ഓരോ ആരോപണങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ടുവന്ന് കോൺഗ്രസിനെ താറടിക്കാനാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല എന്ന് കൂടി ഉറപ്പിക്കുകയാണ്. ഷാഫിക്കെതിരെ CPIM നേതാവ് ഉന്നയിച്ച ആരോപണം അങ്ങനെ ചുമ്മാതെ വിടാൻ കോൺഗ്രസ് തയ്യാറല്ല. പാലക്കാട് ഇളക്കിമറിക്കാൻ തന്നെയാണ് തീരുമാനം. കോൺഗ്രസ് MP ഷാഫി പറമ്പിലിനെതിരായ ലൈംഗിക ആരോപണത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം അപമാനിക്കുകയെന്ന ബോധ്യത്തോടെയാണ് ഷാഫിക്കെതിരായ EN സുരേഷ് ബാബുവിന്റെ ആരോപണമെന്നും പരാതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുരേഷ് ബാബുവിന്റെ പരാമർശം സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നതാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. അധിക്ഷേപത്തിൽ CPIMനെതിരെ പാലക്കാട് കേന്ദ്രീകരിച്ച് വ്യാപക പ്രതിഷേധം തുടരുവാനാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. അടിസ്ഥാനരഹിതമായ ആരോപണം CPIM പരസ്യമായി തിരുത്തണമെന്നാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസും CPIMനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുരേഷ് ബാബു. സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടും എന്നാണ് സുരേഷ് ബാബുവിന്റെ പ്രതികരണം. കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത് എന്നും സുരേഷ് ബാബു ചോദിച്ചിരുന്നു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നൊക്കെയാണ് സുരേഷ് ബാബുവിന്റെ ആരോപണം. മാത്രവുമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടി എടുക്കേണ്ടി വന്നു. സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നുമാണ് സുരേഷ് ബാബുവിന്റെ വാക്കുകൾ. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പടയൊരുക്കം പാലക്കാട് തുടങ്ങിക്കഴിഞ്ഞു. കയ്യും വെട്ടും